കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബനാന ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അധികം പഴുത്തു പോവാത്ത പഴം നോക്കിയെടുക്കണം. എന്നാൽ നന്നായിട്ട് പഴുത്തതുമായിരിക്കണം. അങ്ങനത്തെ സെലക്ട് ചെയ്യുക. പിന്നെ പഞ്ചസാര ആവശ്യമെങ്കിൽ മാത്രം എടുത്താൽ മതി. പഴത്തിന് മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. പിന്നെ നെയ്യാണ് ആവശ്യം. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തോരം നെയ്യ് കൊടുക്കുമെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. പഴവും നെയ്യുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ പഴം തൊലി കളഞ്ഞെടുക്കാം. ഇത് കുറച്ച് നീളം കൂടിയ പഴമായതുകൊണ്ട് നെടുകെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കണേ. നീളം കുറവുള്ള ചെറിയ പഴമാണെങ്കിൽ അതങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇതുപോലെ മുറിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കും കഴിക്കാം. നെയ്യൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. കൊച്ചുകുട്ടികൾക്ക് പുഴുങ്ങിയ പഴമൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അവർ കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഇനി ഓരോ പീസും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു പീസിനെ 4ആക്കി വീണ്ടും മുറിക്കാൻ പറ്റും. കുറച്ചൊരു വണ്ണമുള്ള പഴമാണെങ്കിൽ 5 പീസ് വരെ ആക്കാം. പഴമെല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുടക്കം കൂടാതെ കാണാം. പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് പരത്തി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തന്നെ ഉണ്ടാക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പഴമായതുകൊണ്ട് പറ്റിപ്പിടിക്കും. ഇനി ഓരോ പീസും എടുത്ത് വെച്ച് അതിന് മീതെ കുറേശ്ശെ നെയ്യ് പുരട്ടി കൊടുക്കണം. കൊച്ചു കുട്ടികളാകുമ്പോൾ അധികം നെയ്യ് അങ്ങനെ കൊടുക്കണ്ട, എന്നാലും അത്യാവശ്യത്തിന് എടുക്കുക. ഈ പഴത്തിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടത് തന്നെ ഇഷ്ടമാണെങ്കിൽ മധുരമുള്ള പഴത്തിനാണെങ്കിലും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പുറത്തെ വശത്ത് മൊരിയാനായിട്ട് നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ പുഴുങ്ങിയ പഴമില്ലല്ലോ, ഇത് പച്ചപ്പഴമല്ലേ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവണമല്ലോ. അത് തിരിച്ച് മറിച്ച് വിട്ട് അങ്ങനെ എടുക്കുമ്പോഴേ വെന്ത് കിട്ടുള്ളൂ. ഈ പഴത്തിന് കട്ടിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫോർക്ക് വെച്ച് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. ഈ വശത്ത് വേണമെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും പതുക്കെ മൊരിച്ചെടുക്കുക. ഇത് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വയ്ക്കുന്നതുകൊണ്ട് ആയി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ വളരെ സ്വാദുള്ള ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് ചൂട് നന്നായിട്ട് ആറുന്നതിന് മുമ്പ് ചെറു ചൂടോടുകൂടി കൊടുത്താൽ വളരെ നന്നായിരിക്കും. എന്നുവെച്ചാൽ കുട്ടികളുടെ വായ കൊള്ളരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.